എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്, രസമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ കേരള സ്റ്റൈലിൽ നിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള രസമാണ്. അപ്പോൾ എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു സവാള ഉള്ളിയും 10 വെളുത്തുള്ളിയുടെ അല്ലികളും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടാണ്. അത് ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്തു. അതൊന്ന് പകുതി വഴന്ന് കഴിയുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ളതല്ലേ, അപ്പം കുറച്ചായാലും മതിയെ. നമ്മൾ ഇതിനകത്ത് നല്ല മുളക് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മതി. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതാണ് ബാംഗ്ലൂർ തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കൈ കൊണ്ടൊന്ന് നല്ലതായിട്ട് ഉടച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാംഗ്ലൂർ തക്കാളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലഷ് കണ്ടില്ലേ, ഭയങ്കര കനമുള്ളതാണ്, നല്ല കട്ടിയുള്ളതാണ് ഇത്. അപ്പോൾ നാടൻ തക്കാളി ചേർത്താലും മതിയാവുമേ. നാടൻ തക്കാളി ആയിരിക്കും ഒന്നുകൂടെ നല്ലതും, കാരണം അതിനൊരു ചെറിയ പുളിയും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഇതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ഏത് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഇത് വെന്ത് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരികയില്ല. നന്നായിട്ട് അടച്ചു വെച്ചതിനെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേ പരുവത്തിലാകുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു കുഞ്ഞ് ലെമൺ സൈസിലെ പുളിയാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് വേണം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കുറച്ചിട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ട് തിളച്ച് വരട്ട്. പിന്നെ പുളി ചേർക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, വീട്ടിലെല്ലാവർക്കും എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു പൊടി തയ്യാറാക്കണം, രസപ്പൊടി. അതിനുവേണ്ടി 2 ടീസ്പൂണ് തുമരപ്പരിപ്പ്, 2 ടീസ്പൂണ് ജീരകം, 4 ടീസ്പൂണ് കുരുമുളക് ഇത്രയും ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് വെളിയിൽ വേണമെങ്കിലും പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്, ഫ്രിഡ്ജിൽ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ തരിതരിപ്പായിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ രസം നല്ലതായിട്ട് ഇവിടെ തിളച്ച് കിടക്കുവാണല്ലോ. അപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂണ് ഈ രസപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രസം നമ്മൾ വാങ്ങാൻ നേരം വേണം ഈ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴേ നല്ല ഫ്ലേവറും ഒക്കെ ഇതിൽ ഉണ്ടാവത്തുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ചേക്കണം ഇതേപോലൊക്കെ. ഇനി നമുക്കിതിനൊരു കടുവറ തയ്യാറാക്കണം. അപ്പോൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഇനി ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതെല്ലാം മൂത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കടുവറൊക്കെ നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ രസം ഒഴിച്ച് വെക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്കതിനെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുവറ ഇട്ട് കൊടുത്ത് അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മല്ലിയില കുറച്ച് അരിഞ്ഞ് ചേർത്തിടാം. ഇല മാത്രം വേണം അപ്പോൾ ഉപയോഗിക്കാനായിട്ട്, തണ്ടൊന്നും ഉപയോഗിക്കരുത്. ഇല മാത്രം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രസം അവിടെ അടച്ചു വെച്ചേക്കുവാണല്ലോ, അത് നല്ല ചൂടായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുമായിരിക്കും. അതേപോലെ അതിനകത്തിലെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞ്, ആ പൊടി ഇട്ട് കൊടുത്തതൊക്കെ അടിഞ്ഞ് കിടക്കുമായിരിക്കും. ഇനി നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഊറ്റി ഇങ്ങനെ ഒഴിക്കാം. ഇത് ഊറ്റി ഒഴിക്കുമ്പം കുറച്ച് തക്കാളിയുടെ പീസസും അതേപോലെ മല്ലിയിലയും കാര്യങ്ങളൊക്കെ ഇതിനകത്തിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന മല്ലിയിലയുടെ മണ്ടയിലോട്ട് ഈ ചൂട് രസം വീഴുന്നുണ്ടെങ്കിൽ അതും ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്ക് ജലദോഷം ഉള്ളപ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു രസമാണ്. പെട്ടെന്ന് തന്നെ ജലദോഷത്തിനൊരു ശമനമൊക്കെ കിട്ടും. അതേപോലെ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുതേ. തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റും ഒന്ന് അറിയിക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.